ഹേ ഗായ്സ്, ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറീസൊക്കെ ഭയങ്കര ക്രൈസാണ് കേട്ടോ എനിക്ക്. ഡയറി എന്ന് വെച്ചാൽ നല്ല നല്ല നോട്ട്സ് ബുക്കൊക്കെ അത് നല്ല ഭംഗിയുള്ളത് അഫോർഡബിളായ റേറ്റിലൊക്കെ കണ്ടാൽ ഞാനിതുപോലെ മേടിച്ച് വെക്കും. പെട്ടെന്നൊന്നും എഴുതില്ല, എന്നാലും കുറച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം വന്നാൽ മാത്രം കേട്ടോ ഞാനത് എഴുതാറുള്ളൂ. ഈ ഒരു ഡയറി ലാസ്റ്റ് ഡേ വാങ്ങിയതാണ് കേട്ടോ. ഇത് മേടിക്കുമ്പോൾ തന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ക്രോഷറ്റിൻ്റെ പാറ്റേൺസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയറി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡയറിയുടെ ഫസ്റ്റ് പേജ് ഒന്ന് കളർഫുൾ ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എഴുതി കൊടുത്ത് അതൊന്ന് മാർക്കർ കൊണ്ടൊന്ന് കളറാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ഒട്ടിക്കുന്നില്ല, ഇപ്പം ഞാനിത് എഴുതി കളറടിച്ച് അങ്ങനെ നിർത്തുകയാണ് കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്രോഷറ്റൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ പാറ്റേൺസ് എഴുതി കാണിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. നമ്മൾ 2-3 വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാലാണ് കേട്ടോ ആ പാറ്റേണൊക്കെ മനസ്സിൽ പതിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യാറ്. അതുപോലെ പിൻട്രസ്റ്റിൽ നിന്നും നമുക്ക് ഒരുപാട് പാറ്റേൺസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു മേക്ക് ഓവർ. ഈ ഒരു കുഞ്ഞു മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്